നമ്മൾ കലാമിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. കലാം എന്ന പാഠത്തിൽ നമുക്കാകെ 4 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന്, കലാം എന്താണെന്നുള്ളത്. ലഫ്സുൻ, മുഫീദുൻ, ഫായിദത്തൻ, താമ്മൻ. അതാണ് കലാം എന്ന് പറഞ്ഞാൽ. കലാമിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന്, കാലത്തിനനുസരിച്ചിട്ട് സ്വന്തമായിട്ട് അർത്ഥമുള്ളതും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഫെയില് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് അർത്ഥമുള്ളതാണ്, പക്ഷെ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതാണ് ഇസ്മ്, പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. മൂന്നാമതായിട്ട് ഹർഫാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ അർത്ഥമുള്ളതുമാണ്, ചില ആളുകളൊക്കെ പോലെ. അപ്പോൾ സ്വന്തമായിട്ട് ഒരു നിലപാടൊന്നും ഉണ്ടാവില്ല, വേറെ ഉള്ളവരെ പോലെ കൂടിയാൽ അവർ ഭയങ്കര ഉഷാറായിരിക്കും. അതേപോലെയാണ് ഹർഫ്, സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ അർത്ഥമുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്, കൊണ്ട്. അല്ലെങ്കിൽ അല എന്ന് പറഞ്ഞാൽ മേൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അലക്ക് അല ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥമായി. അല്ലെങ്കിൽ അൻ തൊരീഖ്, വഴിയെ തൊട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ വഴിയെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, ആ വഴിയിൽ നിന്ന് അവൻ തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെ പറയാൻ അന്നി യൂസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഓരോന്നിനും എന്തുണ്ട്, ഓരോ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഫെയിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫെയിൽ എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ട്. നിങ്ങൾ ഓരോന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഷോർട്ട് ടൈമിൽ പറയാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പറഞ്ഞാണ് ലഹു മാനൻ മുസ്തഖില്ലുൻ, ഇസ്മ ലഫ്ലൻ മാനൻ മുസ്തഖിൽ ലയദുല്ലു അലാ ദമാനി, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പേര് നമ്മൾ മാങ്ങനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഫീൽ എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ മുസ്തഖില്ലുൻ യദുല്ലു അലാ ദമാനി, സ്വന്തമായിട്ട് അർത്ഥമുള്ളതും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ് ഫീൽ എന്ന് പറഞ്ഞാൽ. ആ ഫീലിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന്, മുസ്തഖ്ബിലായ ഫീല്, അതേപോലെ ഹാദിർ, മാലി, പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഹർഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് അർത്ഥമില്ല, മറ്റൊന്നിനോട് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, അർത്ഥമുള്ളത്. അപ്പോൾ അതാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, എന്ന് പറഞ്ഞാൽ കൊണ്ട് തന്നെ. അപ്പോൾ സംശയമായി, കൊണ്ട് അല്ലെ അല, മേൽ എന്നർത്ഥം. മേൽ എന്ന് പറഞ്ഞാൽ ബോഡി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഒരു സംശയം, ഡൗട്ട് അവിടെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ബിൽ ആസ, വടി കൊണ്ട് അടിച്ചു. എന്തുകൊണ്ടാണ് അടിച്ചത്? ബിൽ ആസ, വടി കൊണ്ട് അടിച്ചു. അപ്പോൾ കൊണ്ടിന് എന്ത് ചെയ്തു, ഒരു അർത്ഥത്തിലേക്ക് വന്നു, ഒരു കലാമായി. എന്തുകൊണ്ടാണ് അടിച്ചത്? വടി കൊണ്ട് അടിച്ചത്. അല്ലെങ്കിൽ അനി ത്വരീഖ്, അയാളെ വഴിയെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. ഒന്നിങ്ങനെ നേരെ വരികയായിരുന്നു, അപ്പോൾ തിരിച്ചൊരാൾ പോകുന്നുണ്ടപ്പോൾ പെട്ടെന്ന് ചെയ്തു, അവിടുന്ന് മുങ്ങി. അല്ലെങ്കിൽ അല, മേൽ, അല